ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരാഴ്ച വെളിയിലിരുന്നാലും കേടാകാത്ത ഒരു മീൻ കറിയാണ്. നമുക്ക് ചട്ടിയിലാണ് ഇത് വെക്കേണ്ടത്, ചൂടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ മീൻകറി വെക്കാൻ ആവശ്യമായിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുടംപുളി. ഞങ്ങളുടെ നാട്ടിൽ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 600 ഗ്രാം അയില മീനാണ് എടുത്തേക്കുന്നത്. നല്ല ഫ്രഷായിട്ടുള്ള മീനാണ്. അതിനാവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി വറുത്ത് പൊടിച്ചതും കൂടെ വേണം. അതാദ്യം നമുക്ക് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 1/2 കിലോയിൽ കൂടുതൽ അയില ഉണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ആദ്യം തന്നെ ഉലുവായും കരിയാപ്പിലയും മൂത്ത് കഴിയുമ്പോഴാണ് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നന്നായി മൂക്കണം. വെളിച്ചെണ്ണയിൽ കിടന്ന് ചെറിയ ഉള്ളിയൊക്കെ നന്നായി മൂക്കണം. പുളിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ നമുക്കിത് ഒരു 3-4 ദിവസമെങ്കിലും ചട്ടിക്കകത്ത് വെച്ച് ചൂടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുടംപുളിയാണ് നല്ലത്. മറ്റേ പിഴുപുളിയെക്കാട്ടിലും നല്ലത് കുടംപുളിയാണ്. ഈ ചെറിയ ഉള്ളി നന്നായി മൂത്തതിന് ശേഷമേ നമ്മൾ ഈ അരപ്പിടാൻ പാടുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിലാണ് വെക്കുന്നത്, ഫ്രിഡ്ജിലൊന്നും വെക്കത്തില്ല. ഒരു 3-4 ദിവസത്തേക്ക് നമുക്ക് വെളിയിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. എല്ലാം നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന അരപ്പ് ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ കുടംപുളിയും പച്ചമുളകും കൂടെ ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് വഴറ്റണമെന്ന് പറഞ്ഞാൽ ആ പച്ചമണം എല്ലാം മാറി മുളകും മല്ലിയും മഞ്ഞളും എല്ലാം നന്നായി മൂക്കണം. ഞാൻ കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ വെള്ളത്തിനകത്തൂടെ കിടന്ന് ആ അരപ്പെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മളെടുത്ത് വെച്ചിരുന്ന മീനിനകത്ത് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് നോക്കണം. ഈ സമയം നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കണം. കറി നന്നായി തിളയ്ക്കുന്നുണ്ട്, പക്ഷേ എണ്ണയൊന്നും തെളിഞ്ഞിട്ടില്ല. കുറച്ചുകൂടെ പറ്റാനുമുണ്ട്. ഇത്രയല്ല, കുറച്ചുകൂടെ പറ്റണം, എന്നാലേ നല്ല ടേസ്റ്റും കാണത്തുള്ളൂ. നമുക്ക് 2-3 ദിവസം ഈ ചട്ടിയിൽ തന്നെ വെക്കേണ്ടതാണേ. നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് ഈ ചട്ടിയിൽ തന്നെ ബാലൻസ് ഇരിക്കുന്നത് ചൂടാക്കി അടുത്ത ദിവസങ്ങളിലും കഴിക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഇത് കേടാകത്തില്ല. നന്നായിട്ട് ചൂടാക്കി നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഇങ്ങനെ മീൻകറി വെച്ചാലുള്ള ഗുണം. നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം, ചീത്തയാകത്തുമില്ല. ഓൾമോസ്റ്റ് കറി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ കുറച്ച് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ നമുക്ക് പറ്റിച്ചെടുക്കാം. നല്ല ഫ്രഷായിട്ടുള്ള അയിലയായിരുന്നു, അടിപൊളി ടേസ്റ്റുമായിരുന്നു. ഞാൻ എന്നിട്ട് ഇതിൻ്റെ കൂടെ കപ്പയും കൂടെ വേവിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കപ്പയാണ് കാന്താരിയൊക്കെ ഇട്ട് ചതച്ച് വെച്ച കപ്പയാണ്. അതും ഈ മീൻ കറിയും കൂടെ അടിപൊളി കോംബോ ആണ്. ഭയങ്കര ടേസ്റ്റുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഫിഷ് കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.